ഹലോ മക്കളെ, ഞാനിപ്പോൾ ഉള്ളത് സൈലത്തിന്റെ അടുത്തൊരു ക്രോസ് റോഡിലാണ്. അപ്പോൾ ഈ കാണുന്ന ക്രോസ് റോഡ് അടുത്തൊരു സീബ്ര ലൈൻ ഉണ്ട്. ഞങ്ങൾ എന്നോട് ഇപ്പോൾ പറയുന്നു എല്ലാവരും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സീബ്ര ലൈനോട് തന്നെ ക്രോസ് ചെയ്യുക. കാരണം നമ്മുടെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സേഫ്റ്റി ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നിങ്ങളുടെ 12th കാലഘട്ടമാണ്. 12th കാലഘട്ടം തന്നെയാണ് നിങ്ങളുടെ ലൈഫ് സേഫ് ആക്കേണ്ട ഒരു കാലഘട്ടം. കാരണം 12th പഠിക്കുന്ന കോണ്ടന്റ്, 12th ശേഷം നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന പരീക്ഷ, ഇതെല്ലാം തന്നെയാണ് നിങ്ങളുടെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളിലേക്ക് ഈ കാണുന്ന വീഡിയോ ആയിട്ട് വരുന്നത്. മകളെ, ഇപ്പോൾ എനിക്കറിയാം ഒരു ആഘോഷ കാലഘട്ടമാണ്. നമ്മൾക്ക് സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ജില്ലയ്ക്കകത്തും. അതുപോലെ തന്നെ സ്പോർട്സ് മേള അവസാനിച്ചു, ടൂർ ഉണ്ടാകും ഇനി. അപ്പോൾ ഒരു വലിയ ആഘോഷത്തിന്റെ കാലഘട്ടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി കാത്തിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. എനിക്കൊരു കാര്യം മാത്രമാണ് എല്ലാവരോടും ഈ നിമിഷം അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ളത്. വേറെ ഒന്നുമല്ല, എല്ലാവരും അല്പം സമയം പഠിക്കണം. നിർബന്ധമായിട്ട് നമുക്ക് എല്ലാ ആഘോഷങ്ങളും വേണം. നിർബന്ധമായിട്ടും എല്ലാ ആഘോഷങ്ങളും പങ്കെടുക്കണം എല്ലാവരും. അതിൽ യാതൊരു സംശയവുമില്ല. ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാ ഈവനിങ്ങും ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാ ഈവനിങ്ങും പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ +2 എല്ലാ സിലബസും കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ നിമിഷം തന്നെ തയ്യാറെടുക്കണം. വേറെ വലിയ ചോദ്യം ഉണ്ടാവും മനസ്സിൽ. +2 പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങളിൽ ഇപ്പോഴുള്ള ഏറ്റവും കൺഫ്യൂഷനാണ്, ഞാൻ എന്ത് പഠിക്കണം? +1 ഇംപ്രൂവ്മെന്റ് പഠിക്കണമോ അതല്ലെങ്കിൽ +2 ക്ലാസ് പഠിക്കണമോ? കമന്റ് ബോക്സിൽ നിറയെ അത് തന്നെയാണ്. +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ് എന്ന് ആരംഭിക്കും? +2 പഠിക്കാൻ പറ്റുന്നില്ല, +2 ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം +1 ഇംപ്രൂവ്മെന്റ് മനസ്സിൽ. ഞാൻ ആലോചിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ പലരും ആലോചിച്ചു, +1 ഇംപ്രൂവ്മെന്റ് ഭയങ്കര ആലോചിച്ചു, പഠിച്ചു തുടങ്ങി. അപ്പോൾ എന്താ ടെൻഷൻ അറിയോ? +2 എനിക്ക് അറിയില്ല. നിങ്ങൾ +2 ടോപ്പിക് ഇപ്പോൾ പഠിച്ചു തീർക്കുകയാണെങ്കിൽ +1 ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവും. തീർച്ചയായിട്ടും പറയുന്നു മക്കളെ, +2 ടോപ്പിക്സ് ആണ് നമുക്ക് മച്ച് മോർ ഡിഫിക്കൽട്ട് ദാൻ +1. +1 അപേക്ഷിച്ച് +2 ടോപ്പിക് ഒരുപാട് പഠിക്കാൻ വേണ്ടിയുണ്ട്, ഒരുപാട് ഡിഫിക്കൽട്ടുമാണ്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് അക്കാദമിക്ക് പറഞ്ഞ അതേ കാര്യം നിങ്ങളോട് പറയുന്നു. ലാസ്റ്റ് നിങ്ങളുടെ അക്കാദമിക്ക് നിങ്ങളുടെ സീനിയേഴ്സോട് പറഞ്ഞ അതേ ഐറ്റം തന്നെ. അതൊന്നുമല്ല, നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് +2 ആണ്. നോ ഡൗട്ട് +1 ഇംപ്രൂവ്മെന്റ് പറ്റി നിലവിൽ ഒരാൾ പോലും മനസ്സിൽ വിചാരിക്കുക വേണ്ട, അങ്ങോട്ട് മാറ്റി വെക്കാം. +1 മാറ്റി വെച്ചുകൊണ്ട് +2 എല്ലാവരും കട്ടയ്ക്ക് പഠിക്കാം. അതാണ് ഈ നിമിഷം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, +2 ടോപ്പിക് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാത്സിനകത്ത് +1 കുറേ പാഠങ്ങൾ നിങ്ങൾ അറിയാതെ പഠിക്കും. ഇനി കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, അറിയാമായിരുന്നു. +2 ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ +1 ഓർഗാനിക് കെമിസ്ട്രിയും കമ്പാരിറ്റീവ് എന്നാണ് ഈസി ആയിട്ട് മാറും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കോയിൻസൈഡിങ് ഫാക്ടേഴ്സ് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ +2 ഫോക്കസ് ചെയ്തുകൊണ്ട് 12th എല്ലാ സിലബസും കവർ ചെയ്തുകൊണ്ട് സെക്കൻഡ് ടൈം എക്സാം ഗംഭീരമാക്കാൻ വേണ്ടി നോക്കണം. സെക്കൻഡ് ടൈം എക്സാം അറിയാമായിരിക്കും, ഡിസംബർ 8 ഏകദേശം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ആ കാണുന്ന ഡേറ്റ് മുമ്പ് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ബഹുഭൂരിഭാഗം പാഠം പഠിക്കുകയാണെങ്കിൽ പിന്നീടുള്ള മാസങ്ങൾ നമുക്ക് റിവിഷൻ വെച്ചുകൊണ്ട് തന്നെ 12th ഫുൾ മാർക്കും ബാക്കിയുള്ള സമയങ്ങൾ നമുക്ക് എന്താണ് 11th സിലബസ് പഠിച്ചുകൊണ്ട് ഇംപ്രൂവ്മെന്റ് പരീക്ഷയും എഴുതാൻ വേണ്ടി സാധിക്കും. സോ ഗൈസ്, തകർക്കാം, ഒന്നിച്ച് പഠിക്കാം. അതോടൊപ്പം തന്നെ സൈലത്തിന്റെ അഗ്നി ബാച്ച് നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30% ഓഫ് ഉണ്ടാവുന്നതാണ്. സോ എല്ലാ മക്കളും അഗ്നി ബാച്ച് ജോയിൻ ചെയ്യുക. ഒന്നിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ 12th ക്ലാസ് ഏറ്റവും ഗംഭീരമാക്കി മാറ്റാം. 12th ക്ലാസ് മാത്രമല്ല, +1 ഇംപ്രൂവ്മെന്റും. അഗ്നി ബാച്ചിലുള്ള എല്ലാ മക്കൾക്കും ഇംപ്രൂവ്മെന്റ് ക്ലാസ്സും എൻറ്റയർലി ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. സോ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നിച്ച് പഠിച്ചുകൊണ്ട് ഫുൾ മാർക്ക് നേടാം ഗൈസ്. ബൈ, താങ്ക് യു ആൻഡ് signing off, Afnas, from Zalim Learning.